ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മിന്നൽ പ്രളയക്കെടുതിയിൽ സംസ്ഥാനം. ഇടുക്കിയിലും പത്തനംതിട്ടയിലും കോട്ടയത്തും ഉരുൾപൊട്ടൽ. മഴക്കെടുതിയിൽ 8 മരണം. ശക്തമായ മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമാണെന്ന ജില്ലാ ഭരണകൂടം. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഞായറാഴ്ച അവധി. തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ പാവറട്ടി, ഗുരുവായൂർ, ചാവക്കാട് നഗരപ്രദേശങ്ങളിൽ കനത്ത വെള്ളക്കെട്ട്. പാവറട്ടിയിലും ഗുരുവായൂരിലും വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. ഗുരുവായൂർ നെന്മിനിയിൽ കാറുകൾ ഒഴുക്കിൽപ്പെട്ടു. പുരിങ്ങൽകുത്ത് ഡാം തുറന്നു. ചാലക്കുടി പുഴയിൽ വെള്ളം ക്രമാതീതമായി ഉയരുമെന്ന് മുന്നറിയിപ്പ്. രൗദ്രഭാവത്തിൽ ആറാടി അതിരപ്പള്ളി വെള്ളച്ചാട്ടം. കുറുമാലിപ്പുഴ കരകവിഞ്ഞു. അതിശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിലെയും നഗരപരിധിയിലെയും റോഡുകൾ തകർന്നു. റോഡുകളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ഗതാഗത കുരുക്കും രൂക്ഷം. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. ഒല്ലൂരിൽ ഓട്ടോറിക്ഷയും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വടക്കാഞ്ചേരിയിൽ ടോറസ് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലുണ്ടായ അതിതീവ്ര മഴയിൽ കേരളം വീണ്ടും ഞെട്ടി. മഴക്കെടുതിയിൽ 8 പേർ മരിച്ചു. പത്തനംതിട്ട റാന്നിയിൽ വെള്ളം കയറി. 400ഓളം വീടുകൾ ഒറ്റപ്പെട്ടു. കോട്ടയത്തും ഇടുക്കിയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ 4 പേർ മരിച്ചു. മലയോര മേഖലകളിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ചൊവ്വാഴ്ച വരെ ശക്തമായ മഴ തുടരാനാണ് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നതാണ് മഴയ്ക്ക് കാരണം. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. മന്ത്രിമാരും ജില്ലാ കളക്ടർമാരുമായും ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മഴക്കെടുതി സാഹചര്യം മുഖ്യമന്ത്രി വിലയിരുത്തി. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരോട് അതത് ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തിരുവനന്തപുരത്ത് CP ജോണും, പത്തനംതിട്ടയിൽ PC വിഷ്ണുനാഥും, കോട്ടയത്ത് മോൻസ് ജോസഫും, ഇടുക്കിയിൽ അനൂപ് ജേക്കബും ക്യാമ്പ് ചെയ്യും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഏകോപനം റവന്യൂ മന്ത്രി നിർവഹിക്കും. മഴക്കെടുതി രൂക്ഷമായ മേഖലകളിലെ MLA-മാരുമായും മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചു. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം കളക്ടർമാർക്ക് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ സജ്ജമായിരിക്കാനുള്ള നിർദ്ദേശവും നൽകി. 2 പേരെ കാണാതായ തിരുവനന്തപുരം മുതലപ്പുഴയിൽ കോസ്റ്റ് ഗാർഡിന്റെ വെസൽ ഉൾക്കടലിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘവും സ്ഥലത്തുണ്ട്. അതിശക്തമായ മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ചാലക്കുടി, തൃശൂർ, ചാവക്കാട് താലൂക്കുകളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നത്. ഈ കാലവർഷം ആരംഭിച്ചപ്പോൾ മുതൽ കണ്ടിരുന്ന മഴയുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റം വന്നിരിക്കുന്നു. മുൻപ് അതിശക്തമായ മഴ ലഭിച്ച ശേഷം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും പെയ്യുന്ന രീതിയാണ് കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ അങ്ങനെയല്ല, ഇടതടവില്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ മുതലാണ് ജില്ലയിൽ മഴ കനത്തത്. തോരാമഴയിൽ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ജനം വലഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മലയോര തീരദേശ മേഖലകളിൽ മഴ ശക്തമായതോടെ ആശങ്കകളേറി. കനത്ത കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്കുണ്ട്. ഫിഷറീസ് വകുപ്പ് കൺട്രോൾ റൂം തുറന്നു. മലയോര മേഖലകൾ, വനപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള ട്രെക്കിംഗ്, ക്യാമ്പിംഗ് തുടങ്ങിയവ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാമുകളിലേക്കും അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പ്രവേശനം വിലക്കി. പലയിടങ്ങളിലും വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ബന്ധുവീടുകളിലേക്ക് താമസം മാറി. ഗുരുവായൂരിൽ വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ടു. വെള്ളക്കെട്ടിലകപ്പെട്ട് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു.
പൊരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനാൽ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. തൃശൂർ നഗരത്തിൽ ഇക്കണ്ടവാരി റോഡ്, പോസ്റ്റ് ഓഫീസ് റോഡ്, ശക്തൻ സ്റ്റാൻഡ് പരിസരം, ബിനി ജംഗ്ഷൻ, അക്വാട്ടിക് ലൈൻ, പുല്ലഴി എന്നിവിടങ്ങളിൽ വെള്ളം കയറി. കോർപ്പറേഷൻ ജീവനക്കാർ എത്തി കാനകളിലെ തടസ്സങ്ങൾ നീക്കി വെള്ളം ഒഴുകിപ്പോകാൻ നടപടി സ്വീകരിച്ചു. മണ്ണുത്തി ഓവർബ്രിഡ്ജ് പരിസരം, മുക്കാട്ടുകര, ഒല്ലൂക്കര ബ്രദേഴ്സ് ലൈൻ എന്നിവിടങ്ങളും മുങ്ങി. കനത്ത മഴയും റോഡ് പണിയും മൂലം കണിമംഗലം പാലക്കൽ ഭാഗത്ത് ഗതാഗതം സ്തംഭിച്ചു. റെഡ് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനും തഹസിൽദാർമാരുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കാനും നടപടികൾ സ്വീകരിച്ചു. പോലീസ്, ഫയർഫോഴ്സ് വിഭാഗങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും അറിയിച്ചിട്ടുണ്ട്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം KB ലിബീഷ്, TCV. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശരിയായി നടക്കാത്തതാണ് അശ്വിനി ആശുപത്രിക്ക് പിൻവശത്തെ അക്വാറ്റിക് ലൈനിലെ വെള്ളക്കെട്ടിന് കാരണമെന്ന് ഈ ഭാഗത്തെ താമസക്കാർ പറയുന്നു. കഴിഞ്ഞ വർഷം വെള്ളക്കെട്ടുണ്ടായപ്പോൾ കളക്ടർ ഇടപെട്ട് നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും ഇവർ പറഞ്ഞു. തൃശൂർ നഗരത്തിൽ അതിശക്തമായ മഴയാണ് പെയ്തത്. പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. മഴ നേരിയ തോതിൽ ശമിച്ചെങ്കിൽ പോലും ഇപ്പോഴും പലയിടങ്ങളിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു പോയിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് അശ്വിനി ആശുപത്രി ഭാഗത്തെ ഒരു വീട്ടിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വീടിനകത്തൊക്കെ വെള്ളം കയറിയ ഒരു സാഹചര്യമാണുള്ളത്. മുട്ടോളം വെള്ളത്തിലൂടെ നടന്നു വേണം വീടിനകത്തേക്ക് നമുക്ക് കയറാൻ. ഈ വീടിന്റെ അവസ്ഥ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ എല്ലായിടത്തും തന്നെ വെള്ളം കയറിയ സ്ഥിതിവിശേഷമാണ് ഉള്ളത്. വീട്ട് സാമഗ്രികളെല്ലാം തന്നെ ഇവർ ഉയരങ്ങളിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം, ഇവർക്ക് കട്ടിലിനൊപ്പം തന്നെ വെള്ളം കയറിയിരിക്കുന്നു. രോഗബാധിതയായ ഒരു അമ്മ ഇവിടെ താമസിക്കുന്നുണ്ട്. നെബുലൈസർ അടക്കം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാനാണ് കോർപ്പറേഷൻ അധികൃതർ ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ്, ഇനിയിപ്പോൾ ക്യാമ്പിലേക്ക് മാറുന്നുണ്ടോ? മാറാൻ പോകണില്ല മോനെ, ഇവിടെ തന്നെ നിൽക്കുക. ക്യാമ്പിൽ പോയാൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ അത് ഞങ്ങൾ കലക്ടറേറ്റിൽ പോയി പറഞ്ഞിട്ട് അവിടുത്തെ സാറ് പറഞ്ഞു, ഇനി നിങ്ങൾ അവരെ ആ കുടുംബക്കാരങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് നിങ്ങൾ അവിടെ വെള്ളം കയറാൻ എന്തെങ്കിലും മാർഗം ചെയ്ത് കൊടുക്കുന്നൊക്കെ പറഞ്ഞു വിട്ടതാ. അവരൊന്നും ചെയ്തില്ല. ഈ മഴ വരുന്ന സമയത്ത് ഇങ്ങനെ വന്ന് നോക്കി പോയിട്ട് എന്താ കാര്യം? ഞങ്ങൾക്ക് അതിക്ക് മുപ്പോടെ എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണ്ടേ? അത് അവർ ചെയ്യണില്ല. അവർക്ക് ഇലക്ഷൻ്റെ സമയത്ത് മാത്രം ഞങ്ങൾ വേണ്ടു, അല്ല കഴിഞ്ഞാൽ ഞങ്ങൾ വേണ്ട. വോട്ട് കിട്ടിയ അവർക്ക് അവരുടേതായ സ്ഥാനം ബഹുമതിയും കിട്ടാൻ വേണ്ടിയിട്ട് അവർ ജയിച്ചാൽ പിന്നെ ഈ ഭാഗം തിരിഞ്ഞു നോക്കില്ല ഒരാളും. ഒരു കൂട്ടർ തന്നെയല്ല, എല്ലാവരുടെ കാര്യം തന്നെയാണ് പറയുന്നത്. കാനകൾ വൃത്തിയാക്കാത്താണോ വെള്ളം കയറാൻ? കാനകൾ വൃത്തിയല്ല. അവിടുന്ന് ആ കാന അവിടുന്ന് ഇങ്ങോട്ട് തൃശ്ശൂർ ടൗണിൽ പോയിടത്തോളം വെള്ളം മുഴുവൻ ഈ റോട്ടിലേക്ക് വരുന്നത്. ഈ റോഡ് താഴ്ന്നിട്ടാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ശക്തിയിൽ വെള്ളം വരിക. അതൊന്ന് കെട്ടിയൊന്ന് ഉയർത്തിയാൽ അവിടെ നിന്നുള്ള വെള്ളത്തിനുള്ള ശക്തി ഒന്ന് കുറഞ്ഞു കിട്ടും. അതാണ് ഞങ്ങൾ പറയുന്നത്. അതാരും ചെയ്യണില്ല. പിന്നെ ഞങ്ങൾ ആരോടാ പറയുന്നത്? മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാത്തതാണ് ഈ വീട്ടിലെ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് വീട്ടുകാർ പറയുന്നത്. അധികൃതരുടെ ഭാഗത്തുനിന്നും ഇനിയെങ്കിലും ഇവരുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്നാണ് അഭ്യർത്ഥന. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം KB ലിബീഷ്, TCV. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തൃശൂർ ജില്ലയിലെ മുഴുവൻ ഖനന പ്രവർത്തനങ്ങളും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അടിയന്തരമായി നിർത്തിവെക്കാൻ സീനിയർ ജിയോളജിസ്റ്റ് നിർദ്ദേശിച്ചു. വാടാനപ്പള്ളി പൊക്കാഞ്ചേരി പുഴയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പൊക്കാഞ്ചേരി സ്വദേശി 22 വയസ്സുള്ള കാര്യാട്ട് അജയ് കൃഷ്ണനാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മതിലകം പുതിയകാവിൽ വീടിന് സമീപത്തെ തോട്ടിൽ വീണ വയോധികൻ മരിച്ചു. പള്ളത്ത് വീട്ടിൽ 75 വയസ്സുള്ള ശശിധരനാണ് മരിച്ചത്. വീടിന് സമീപത്തെ തോട്ടിൽ ശശിധരൻ വീണ് കിടക്കുന്ന നിലയിൽ വീട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മതിലകം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഞായറാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, കോച്ചിംഗ് ക്ലാസുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. ഞായറാഴ്ച ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴയിൽ ഗുരുവായൂർ മേഖലയിൽ ശക്തമായ വെള്ളക്കെട്ട്. 100ഓളം കടകളിലും നിരവധി വീടുകളിലും വെള്ളം കയറി. ലക്ഷങ്ങളുടെ നഷ്ടം. നഗരസഭയിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. തൈക്കാട് തിരുവിൽ 50ഓളം കടകളിലാണ് വെള്ളം കയറിയത്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒലിച്ചുപോയി. മമ്മിയൂർ കൈരളി ജംഗ്ഷൻ, പഞ്ചാരമുക്ക്, താമരയൂർ, ആനത്താവളം റോഡ് എന്നിവിടങ്ങളിലെ കടകളിലും വെള്ളം കയറി. കാരക്കാട് വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് വീടിനുള്ളിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. കൈരളി ജംഗ്ഷനിലെ ഫയർഫോഴ്സ് ഓഫീസിലും വെള്ളം കയറി. തൈക്കാട് തിരുവിൽ ശക്തമായ വെള്ളക്കെട്ടിനെ തുടർന്ന് തൃശൂർ ഗുരുവായൂർ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു.
മമ്മിയൂർ ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള റോഡ്, മമ്മിയൂർ കാട്ടുപാടം റോഡ്, മാവിൻചുവട്, കോട്ടപ്പടി റോഡ് എന്നിവിടങ്ങളിലും വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചു. കാറുകളും ഇരുചക്ര വാഹനങ്ങളും വെള്ളം കയറി കേടായി. നിരവധി മതിലുകൾ നിലംപൊത്തി. മരക്കൊമ്പുകൾ ഒടിഞ്ഞുവീണ് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. ഇടവേള. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. ഗുരുവായൂർ നെന്മിനിയിൽ 2 കാറുകൾ നിയന്ത്രണം വിട്ട് ഒഴുക്കിൽപ്പെട്ടു. ചാവക്കാട് സ്വദേശിയുടെ കാർ കാണാതായി. ഫയർഫോഴ്സ് ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ചൊവ്വലൂർപ്പടിയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് എളുപ്പവഴി തേടി 2 കാറുകളാണ് വെള്ളത്തിൽ ഒലിച്ചുപോയത്. നെന്മിണി പോസ്റ്റ് ഓഫീസിന് സമീപത്തുള്ള റോഡിലൂടെ വരുന്നതിനിടെ വലിയ തോട്ടിലേക്ക് ഒഴുകുകയായിരുന്നു. ഒരു കാറിൽ തൈക്കാട് സ്വദേശിയും കുടുംബവുമാണ് ഉണ്ടായിരുന്നത്. കാർ നിയന്ത്രണം വിട്ട് ഒഴുകാൻ തുടങ്ങിയതോടെ കുട്ടികൾ അടക്കമുള്ളവർ ഇറങ്ങി രക്ഷപ്പെട്ടു. ഈ കാർ പിന്നീട് ഫയർഫോഴ്സ് എത്തി കെട്ടിവലിച്ച് കരയ്ക്കെത്തിക്കുകയായിരുന്നു. തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ പാവറട്ടി, മുല്ലശ്ശേരി, വെങ്കിടങ്ങ് മേഖലകൾ വെള്ളത്തിൽ മുങ്ങി. റോഡുകൾ വെള്ളത്തിൽ മുങ്ങിയതോടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ ദുരിതത്തിലായി. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. സ്ഥാപനങ്ങളിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് CMI ട്രെയിനിംഗ് കോളേജിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. തുടർ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി പാവറട്ടി പഞ്ചായത്തിൽ അടിയന്തര ദുരന്ത നിവാരണ യോഗം ചേർന്നു. റോഡുകളിലും വെള്ളപ്പൊക്കം നന്നായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഗതാഗതം കുറച്ചു നേരം തടസ്സപ്പെട്ടു. വീടുകളിൽ വെള്ളം കയറി കുറേയധികം വീട്ടുകാർ ഇന്ന് വീടിന്റെ പുറത്താണ് ഇന്നിരിക്കുന്നത്. അപ്പൊ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് അടിയന്തരമായിട്ട് 3 ക്യാമ്പുകളാണ് തുറക്കാൻ ഉദ്ദേശിച്ചത്. ഒരു ക്യാമ്പ് തുറന്നു കഴിഞ്ഞു. പാവറട്ടി CMI B.Ed ട്രെയിനിങ് കോളേജിൽ പഞ്ചായത്തിന്റെ ഒരു ക്യാമ്പ് നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. റിസർവ് ക്യാമ്പുകളായിട്ട് മരുതിയൂർ UP സ്കൂളും MASM സ്കൂളുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ ആ ക്യാമ്പുകളിലേക്ക് നമ്മൾ ആളുകളെ മാറ്റും. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് സന്നദ്ധ പ്രവർത്തനത്തിന് റാപ്പിഡ് ആക്ഷന് വേണ്ടിയിട്ട് ഓരോ വാർഡിൽ നിന്നും പറ്റാവുന്ന ആളുകൾ അതാത് മെമ്പർമാർ വഴി പഞ്ചായത്തിന്റെ റാപ്പിഡ് ആക്ഷൻ ടീമിൽ ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും നൽകുന്നതിന് വേണ്ടി ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും മുന്നോട്ട് വരണം എന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഇതോടൊപ്പം വില്ലേജ് അധികാരികളുടെ നേതൃത്വവും പഞ്ചായത്ത് സെക്രട്ടറി അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് യോഗം ഇവിടെ കൂടുകയാണ്. എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ ബന്ധപ്പെടാം. ഉടനെ ഞങ്ങൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തിച്ചേരുന്നതാണ്. കനത്ത മഴയിൽ ചാവക്കാട് നഗരവും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായും വെള്ളക്കെട്ടിലായി. നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. വൻ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പഞ്ചാരമുക്ക്, ഏനാമാവ് റോഡ്, ഗുരുവായൂർ കുന്നംകുളം റോഡ്, ദേശീയപാത സർവീസ് റോഡ് എന്നിവിടങ്ങളിൽ പലയിടത്തും പൂർണ്ണമായും വെള്ളക്കെട്ടായി. ഇതോടെ പ്രദേശത്തുകൂടെയുള്ള വാഹന ഗതാഗതവും പ്രതിസന്ധിയിലായി. തിരുവത്ര, കുഞ്ചേരി, എടക്കഴിയൂർ, പുന്ന, തെക്കഞ്ചേരി, കറുകപാട്, തെക്കൻ പാലയൂർ എന്നീ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രദേശത്തുണ്ടായ അടിയന്തര സാഹചര്യം നേരിടാൻ താലൂക്ക് ഭരണകൂടം സജ്ജമായിട്ടുണ്ടെന്ന് തഹസീൽദാർ K. ബാബു അറിയിച്ചു. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ചാവക്കാട് താലൂക്കിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും തഹസീൽദാർ പറഞ്ഞു. പുത്തൂർ കല്ലുംകുന്നിൽ കനത്ത മഴയിൽ വീടിന്റെ പിൻഭാഗം ഇടിഞ്ഞു വീണു. വടക്കൻ രാമകൃഷ്ണൻ മകൾ സരിതയുടെ വീടിന്റെ പിൻഭാഗത്തെ മതിലാണ് ഇടിഞ്ഞു വീണത്.
ശക്തമായ മഴയിൽ തൃക്കൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മണ്ണിടിഞ്ഞ് വീട്ടിലേക്ക് പതിച്ചു. തൃക്കൂർ മുട്ടൻസിന് സമീപം മുളങ്ങാട്ടുപറമ്പിൽ വിമല ഗോപാലന്റെ വീടിന്റെ അടുക്കള ഭാഗത്താണ് വലിയ കല്ലുകൾ പതിച്ചത്. വീടിന്റെ പുറകുവശത്ത് മേഞ്ഞ ഷീറ്റിനും വാട്ടർ ടാങ്കിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഉയർന്ന ഭാഗത്തുള്ള പറമ്പിലെ മണ്ണ് ഇടിഞ്ഞതോടൊപ്പം കല്ലുകളും വീട്ടിലേക്ക് പതിക്കുകയായിരുന്നു. ഈ സമയത്ത് വീടിന്റെ പുറകുവശത്ത് വീട്ടുകാർ ഉണ്ടാകാതിരുന്നതിനാൽ ആർക്കും പരിക്കേറ്റില്ല. ശക്തമായ മഴയിൽ വരന്തരപ്പള്ളി കുരിയടി പാലത്തിന് സമീപം റോഡിൽ വെള്ളം കയറി. പാലം മുതൽ പെട്രോൾ പമ്പ് വരെ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഇരുചക്ര വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ബുദ്ധിമുട്ടായി. വെള്ളത്തിലൂടെ പോയ ചില വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കുരിയടിത്തോട് കരകവിഞ്ഞ് പാലത്തിന് സമീപത്തെ സ്ഥാപനങ്ങളിലും വെള്ളം കയറി. മഴ ശക്തമായാൽ റോഡിൽ വെള്ളം കൂടുതലായി ഉയരാനും സാധ്യതയുണ്ട്. ശക്തമായ മഴക്കെടുതിയിൽ പാവറട്ടി വെൺമേനാട് മതിലും ചുമരും ഇടിഞ്ഞു വീണു. കോന്നിക്കര ദേവസി ജോസിന്റെ വീടിനോട് ചേർന്നുള്ള മതിലാണ് വീണത്. മതിൽ വീണ ആഘാതത്തിൽ വീടിന്റെ ജനൽ ചില്ല് പൊട്ടുകയും വെള്ളത്തിന്റെ പൈപ്പുകൾ തകരുകയും ചെയ്തു. ശക്തമായ മഴയിൽ മുല്ലശ്ശേരി സെന്ററിലെ റോഡിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. വാഹനഗതാഗതം ഭാഗികമായി സ്തംഭിച്ചു. ഗുരുവായൂർ തൊഴിയൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. തൊഴിയൂർ 1000 കണ്ണി ഉന്നതിയിൽ ചട്ടിക്കൽ ഷിബുവിന്റെ ഓടിറ്റ വീടാണ് തകർന്നത്. അയൽവാസി തൂമാട്ട് അമ്മിണിയുടെ വീട്ടുപറമ്പിലെ തെങ്ങാണ് ഷിബുവിന്റെ വീടിന് മുകളിലേക്ക് വീണത്. അപകടത്തിൽ സ്ലാബ് മതിൽ തകർന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉറക്കമുണർന്ന് പുറത്തേക്ക് ഓടിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നിട്ടുണ്ട്. തെങ്ങ് വൈദ്യുതി ലൈനിലേക്ക് പതിച്ചതിനെ തുടർന്ന് 2 പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. കാലവർഷം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ തൃശൂർ കോർപ്പറേഷനിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു. നഗരസഭാ പ്രദേശങ്ങളിൽ വെള്ളം കയറിയ സ്ഥലങ്ങൾ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ എ പ്രസാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ എന്നിവർ സന്ദർശിച്ചു. കോർപ്പറേഷൻ ജീവനക്കാർ, RRT അംഗങ്ങൾ, കൌൺസിലർമാർ എന്നിവരടങ്ങുന്ന ടീമും കൂടാതെ ആവശ്യമായ വാഹനങ്ങളും ക്യാമ്പുകൾ ആരംഭിക്കേണ്ടി വന്നാൽ ആവശ്യമായ പൊതുസ്ഥലങ്ങൾ, സ്കൂളുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂം ഹെൽപ്പ് ലൈൻ നമ്പർ 0487242200. മൊബൈൽ നമ്പർ 8078011505. ജില്ലയിൽ പെയ്ത അതിശക്തമായ മഴയിൽ തൃശൂർ കോർപ്പറേഷൻ 55-ാം പുല്ലഴി ഡിവിഷനിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൂക്ഷിക്കുന്ന MCFൽ വെള്ളം കയറി. കോരപ്പുഴ ഭാഗങ്ങളിലും MCFിനടുത്തുള്ള അങ്കണവാടിയിലും വെള്ളം കയറിയതിനെ തുടർന്ന് ഡിവിഷൻ കൌൺസിലർ സുനിത വിനുവും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും DLR വർക്കർമാരും ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് തടസ്സങ്ങൾ നീക്കി വെള്ളക്കെട്ട് ഒഴിവാക്കി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയും വെള്ളക്കെട്ടും ദുരിതം വിതച്ചപ്പോഴും ഗുരുവായൂർ ക്ഷേത്രത്തെ ഇത്തവണ മഴക്കെടുതി കാര്യമായി ബാധിച്ചില്ല. ശനിയാഴ്ച രാവിലെ തെക്കേ നടപ്പുരയിൽ വെള്ളം കയറിയെങ്കിലും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സ്ഥിതി നിയന്ത്രണ വിധേയമായിരുന്നു. പട്ടർകുളത്തിന് സമീപത്തുനിന്ന് വെള്ളം ശക്തമായി ഒഴുകിയെത്തിയതോടെ സമീപത്തെ വ്യാപാരികൾ ആശങ്കയിലായി. തെക്കേ നടപ്പുരയിലെ ചില കടകളിലേക്ക് വെള്ളം കയറിയെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ല. ഇന്നർ റിംഗ് റോഡിലെ വ്യാപാര ഭവനത്തിനു സമീപം ഉച്ചവരെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കി. മുൻവർഷങ്ങളിൽ മഴ പെയ്താൽ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് വരെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായിരുന്നു എങ്കിലും ഇത്തവണ അത്തരമൊരു സ്ഥിതി ഉണ്ടായില്ല. അമൃത് പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്രപരിസരത്ത് പൂർത്തിയാക്കിയ ആധുനിക കാന നിർമ്മാണവും മഴവെള്ളം വേഗത്തിൽ ഒഴുകിപ്പോകാനുള്ള സംവിധാനവുമാണ് വെള്ളക്കെട്ട് ഗണ്യമായി കുറയാൻ പ്രധാന കാരണമായതെന്ന് വിലയിരുത്തപ്പെടുന്നു. അതേസമയം മഴയ്ക്കിടയിൽ കൗതുക കാഴ്ചയും അരങ്ങേറി. പട്ടർകുളത്തിൽ നിന്ന് വെള്ളത്തിനൊപ്പം കട്ല, തിലോപ്പിയ ഇനങ്ങളിലെ മത്സ്യങ്ങൾ കരയിലേക്ക് ഒഴുകിയെത്തി. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഭക്തരും വ്യാപാരികളും മത്സ്യങ്ങളെ പിടിക്കാൻ മത്സരിച്ചു. മഴക്കെടുതിക്കിടയിലും ഈ അപൂർവ കാഴ്ച കാണാൻ നിരവധി പേരാണ് എത്തിയത്. ശക്തമായ മഴയിലും ഭക്തരുടെ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. TCV ഗുരുവായൂർ. ഇടവേള. വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ?
KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തകളിലേക്ക് വീണ്ടും. ശക്തമായ മഴയിൽ കൊടകരയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കൊടകര വല്ലപ്പാടിയിൽ 5ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. വല്ലപ്പാടി കാവനാട് റോഡും വെള്ളത്തിനടിയിലായി. തയ്യിൽ കുമാരി, കുഴുപ്പുള്ളി ഉണ്ണികൃഷ്ണൻ, കുഴുപ്പുള്ളി സിജിൽ എന്നിവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. ഈ വീടുകളിലുണ്ടായിരുന്നവരെ കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചു. 3 വീടുകളിൽ നിന്നായി 10ഓളം പേരാണ് ക്യാമ്പിൽ ഉള്ളത്. ശക്തമായ മഴയെ തുടർന്ന് പുരിങ്ങൽകുത്ത് ഡാം തുറന്നു. ഡാമിന്റെ ഒരു സ്ലൂയിസ് ഗേറ്റ് തുറന്ന് അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കി തുടങ്ങി. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കാലവർഷത്തിന്റെ കലിതുള്ളലിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടം രൗദ്രഭാവത്തിലായി. ചാർപ്പ വെള്ളച്ചാട്ടവും ഭീതിതമായ അവസ്ഥയിലെത്തി. എന്നാൽ ഇത് ആസ്വദിക്കുന്നതിന് വിനോദസഞ്ചാരികൾക്ക് അവസരമില്ല. സുരക്ഷയുടെ ഭാഗമായി മേഖലയിൽ വിനോദസഞ്ചാരം നിരോധിച്ചിരിക്കുകയാണ്. ശക്തമായ മഴയിൽ കുറുമാലി പുഴ കരകവിഞ്ഞു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലാണ് പുഴ കരകവിഞ്ഞത്. പാലപ്പള്ളി പിള്ളത്തോട് ഭാഗത്തെ റബ്ബർ തോട്ടങ്ങളിൽ വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലായി. തോട്ടുമുഖം പമ്പ് ഹൌസ് റോഡും വെള്ളത്തിൽ മുങ്ങി. വരന്തരപ്പള്ളി കുട്ടോലിപ്പാടത്തും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആറ്റപ്പള്ളി മാഞ്ഞാംകുഴി റെഗുലേറ്റർ പാലങ്ങളിൽ മരങ്ങൾ വന്നു തടഞ്ഞാൽ കൂടുതൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയേറെയാണ്. മുപ്പിളിപ്പുഴ കരകവിഞ്ഞ് ചൊക്കന പാലപ്പള്ളി റോഡിൽ വെള്ളം കയറി. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. പ്രദേശത്തെ വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. അതിശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിലെയും നഗരപരിധിയിലെയും റോഡുകൾ തകർന്ന് തരിപ്പണമായി. റോഡുകളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ഗതാഗത കുരുക്കും രൂക്ഷം. തൃശൂർ സ്വരാജ് റൗണ്ട് ഉൾപ്പെടെ നഗരത്തിലെ പ്രധാന റോഡുകളായ MG റോഡ്, പടിഞ്ഞാറക്കോട്ട ജംഗ്ഷൻ, അയ്യന്തോൾ പുഴയ്ക്കൽ റോഡ്, വടക്കേച്ചിറ റോഡ്, പൂത്തോൾ KSRTC റോഡ്, പോസ്റ്റ് ഓഫീസ് റോഡ് ഉൾപ്പെടെ ഏറെ വാഹനത്തിരക്കുള്ള റോഡുകളാണ് തകർന്ന് തരിപ്പണമായത്. ഇതോടെ നഗരത്തിൽ ഗതാഗത കുരുക്കും അതിരൂക്ഷമായി. റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ ചെറിയ വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും വാഹനങ്ങൾ കേടാകുന്നതും പതിവായി. ഏറെ വാഹനത്തിരക്കുള്ള പടിഞ്ഞാറക്കോട്ട ജംഗ്ഷനിലാണ് സ്ഥിതി അതിരൂക്ഷം. ഇവിടെ റോഡിൽ നിറയെ കുഴികൾ രൂപപ്പെട്ടതോടെ MG റോഡ് ഉൾപ്പെടെയുള്ള റോഡുകളിൽ വലിയ കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഭൂഗർഭ കേബിൾ ഇടാനായി കുഴിച്ച കുഴികൾ മൂടാതെ കിടക്കുന്നതും വാഹനയാത്രികർക്കും കാൽനടയാത്രികർക്കും ഒരുപോലെ അപകടക്കെണിയായി മാറുകയാണ്. കൂടാതെ നഗരത്തിലെ ഒട്ടുമിക്ക നടപ്പാതകളും സഞ്ചാരയോഗ്യമല്ലാത്ത വിധം തകർന്നു കിടക്കുന്നതും പൊതുജനങ്ങളെ വലയ്ക്കുന്നു. ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. TCV തൃശൂർ. ഒല്ലൂർ കമ്പനിപ്പടിയിൽ ടൂറിസ്റ്റ് ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ഒല്ലൂർ സ്വദേശി എടക്കളത്തൂർ വീട്ടിൽ 45 വയസ്സുള്ള മെജോറിൻ, കല്ലൂർ സ്വദേശി ചുങ്കം വീട്ടിൽ 35 വയസ്സുള്ള ഡാനി എന്നിവരാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കാൻ വേഗം കുറച്ച ഓട്ടോറിക്ഷയുടെ പിന്നിൽ കണ്ടെയ്നർ ലോറി ഇടിച്ചതിനെ തുടർന്ന് മറിഞ്ഞ ഓട്ടോറിക്ഷയിൽ എതിർദിശയിൽ നിന്നും വന്ന ടൂറിസ്റ്റ് ബസ് ഇടിച്ചു കയറുകയായിരുന്നു. ഓട്ടോറിക്ഷയിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. കൊല്ലൂർ മഠത്തിനു സമീപം ടൂറിസ്റ്റ് ബസ്സിന് പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കല്ലൂർ സ്വദേശി തളിയക്കാട്ടിൽ സനേഷിനാണ് പരിക്കേറ്റത്. ഇയാളെ ഒല്ലൂർ ആക്ട്സ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
വടക്കാഞ്ചേരിയിൽ ടോറസ് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികയായ യുവതിക്ക് ദാരുണാന്ത്യം. പത്താംകല്ല് സ്വദേശിനി 39 വയസ്സുള്ള ഫാത്തിമ സുഹറയാണ് മരിച്ചത്. വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടറും എതിർദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന ടോറസും വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിന് സമീപം വെച്ച് ഇടിക്കുകയായിരുന്നു. യുവതി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് മുകളിലൂടെ ടോറസ് ലോറി കയറിയിറങ്ങി. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പീച്ചി, തെക്കേക്കുളം, ജണ്ടമുക്ക് മേഖലകളിൽ വീണ്ടും ഭൂചലനം. ശനിയാഴ്ച രാത്രി 9:15 ഭൂചലനത്തിന് സമാനമായ പ്രകമ്പനം ഉണ്ടായത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഇത് 4ാം തവണയാണ് പ്രദേശത്ത് ഭൂചലനം ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയിൽ പ്രതികരണവുമായി മുൻ മന്ത്രി എം.ബി. രാജേഷ്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കും അവയവദാനങ്ങൾക്കുമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. എന്നാൽ 2 തവണയാണ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് ഹെലികോപ്റ്റർ വന്നുപോയത്. ഇതെന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. PM ശ്രീയിൽ ഉൾപ്പെടെ ഇപ്പോൾ നടക്കുന്ന വിസ്മയങ്ങളും മാറ്റങ്ങളും നല്ലതാണോ എന്ന് ജനം വിലയിരുത്തട്ടെ എന്നും എം.ബി. രാജേഷ് തൃശൂരിൽ പറഞ്ഞു. കേരളത്തിലെ വിസ്മയങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ വിസ്മയം PM ശ്രീയിലെ യൂട്ടേൺ ആയിരുന്നു. ഇന്നത്തെ വിസ്മയം ആകാശ വിസ്മയമാണ്. 2 തവണയാണ് ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ വന്നു പോയത്. എന്തിനു വേണ്ടി വന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഉണ്ടായ മാറ്റം കഴിഞ്ഞ 10 വർഷം ഔദ്യോഗിക ആവശ്യത്തിന്, പ്രളയ ദുരിതാശ്വാസത്തിന്, ജീവൻ രക്ഷാ ദൗത്യങ്ങൾക്ക് ഉപയോഗിച്ച ഹെലികോപ്റ്റർ ഇപ്പോൾ വളരെ വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിസ്മയം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മാറ്റം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ വിലയിരുത്തട്ടെ, ഈ മാറ്റത്തിന് വേണ്ടിയായിരുന്നോ ജനങ്ങൾ വോട്ട് ചെയ്തത് എന്ന് അവർ വിലയിരുത്തട്ടെ. ഹിന്ദുത്വ മുഖംമൂടികൾ രാജ്യത്ത് നടത്തുന്ന രാഷ്ട്രീയ പദ്ധതികൾ കൊടിയ വിഷമാണെന്ന് CPM നേതാവ് ബൃന്ദ കാരാട്ട്. പ്രൊഫസർ M. മുരളീധരൻ അനുസ്മരണം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് ഹിന്ദുത്വത്തിന്റെ മുഖംമൂടികൾ സമകാലീന ഇന്ത്യയിലെ രാഷ്ട്രീയവും വിശ്വാസവും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു ബൃന്ദ കാരാട്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി യുവജന സമരത്തെ പോലും ഇക്കൂട്ടർ വർഗീയവൽക്കരിച്ചു. വിശ്വാസവും ഹിന്ദുത്വവാദവും ഉയർത്തി വിഭജന രാഷ്ട്രീയമാണ് സംഘപരിവാർ നടത്തുന്നത്. ഇവർ RSSന്റെ ശാഖയിലെ പ്രതിജ്ഞയാണോ അതോ ഭരണഘടനാപരമായ സത്യപ്രതിജ്ഞയാണോ പാലിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. So what we have today in India is a political project led by people who have forget what happened in 1950. We all know what happened. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ M. മുരളീധരൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രതിരോധത്തിന്റെ സാധ്യതകളും വെല്ലുവിളികളും സമകാലീന കേരളത്തിൽ എന്ന വിഷയത്തിൽ മുൻ മന്ത്രി M.B. രാജേഷ് സ്മാരക പ്രഭാഷണം നിർവഹിച്ചു. രാജൻ ജെ പല്ലൻ MLA അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മികച്ച കോളേജ് അധ്യാപികയ്ക്കുള്ള പുരസ്കാരം തൃശൂർ സെന്റ് മേരീസ് കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ധന്യ ശങ്കറിന് സമ്മാനിച്ചു. ഫൗണ്ടേഷൻ സെക്രട്ടറി ഡോക്ടർ K. പ്രദീപ് കുമാർ, TG അജിത, ED ഡേവിസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചേതന സംഗീത് നാട്യ അക്കാദമിയിലെ ഭിന്നശേഷി പ്രതിഭകൾ അവതരിപ്പിച്ച സംഗീത് രാത് എന്ന പരിപാടി അരങ്ങേറി. TCV തൃശൂർ. രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വില കുറച്ചു. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ വില 209 രൂപയാണ് കുറച്ചത്. ഇന്നു മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ മാസവും വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില കുറച്ചിരുന്നു. പുതിയ ഇളവ് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, മറ്റ് വ്യാപാരികൾ എന്നിവർക്ക് വലിയ ആശ്വാസമാകും. അന്താരാഷ്ട്ര വിപണിയിലെ ഇന്ധനവിലയിലുണ്ടായ മാറ്റങ്ങളാണ് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറയ്ക്കാനും കാരണം. അതേസമയം ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് കുന്നംകുളം CCTV സ്വന്തമാക്കി. CCTVയുടെ MPLS സേവന പ്രഖ്യാപനവും തിരുവോണ സമ്മാനോത്സവം ഉദ്ഘാടനവും തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെ ചൂണ്ടലിൽ നടക്കുന്ന ചടങ്ങിൽ KCCL MD അനിൽ മംഗലത്ത് MPLS പ്രഖ്യാപനം നടത്തും. തിരുവോണ സമ്മാന പദ്ധതി ഉദ്ഘാടനം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷും 1.5 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം തൃശൂർ കേരള വിഷൻ MD T ജയപ്രകാശും നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, ചെയർമാൻ KR അനന്തരാമൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ്, ജനറൽ മാനേജർ PD സേവ്യർ എന്നിവർ പങ്കെടുത്തു. സഹോദരി ഭർത്താവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 60,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു.
കൊടകര തേശ്ശേരി സ്വദേശി ഏനാശ്ശേരി ഗോപാലകൃഷ്ണനെയാണ് തൃശൂർ 2ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം കൂടി തടവ് അനുഭവിക്കണം. 2017 കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KN സിനിമോൾ, അഭിഭാഷകരായ NM അശ്വതി, R പ്രവീണ എന്നിവർ കോടതിയിൽ ഹാജരായി. കേരള തീരത്ത് 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനത്തിന് തിരശ്ശീല വീണു. മത്സ്യബന്ധന സീസണുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി മത്സ്യബന്ധന മേഖല ദിവസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. നിരോധനം അവസാനിച്ചതിന് പിന്നാലെ ഹാർബറുകളിൽ സ്ഥാപിച്ചിരുന്ന ചങ്ങലകൾ നീക്കം ചെയ്ത് ബോട്ടുകൾ കടലിലേക്ക് യാത്ര തിരിച്ചു. വിവിധ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ നിന്നും 100 കണക്കിന് ബോട്ടുകൾ കടലിലേക്ക് പുറപ്പെട്ടത് ആവേശകരമായ കാഴ്ചയായി. മത്സ്യബന്ധനത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി 10,000-കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഹാർബറുകളിൽ തിരിച്ചെത്തി. ഐസ് പ്ലാന്റുകളും മറൈൻ ഇന്ധന പമ്പുകളും പൂർണ്ണസജ്ജമായി പ്രവർത്തനം ആരംഭിച്ചു. നിരോധന കാലയളവിൽ പല തുറമുഖങ്ങളിലും യന്ത്രവൽകൃത ബോട്ടുകളുടെ സഞ്ചാരവും നങ്കൂരമിടലും കർശനമായി വിലക്കിയിരുന്നു. നിരോധനം അവസാനിക്കുന്നതിന് തൊട്ടുമുൻപുള്ള 3 ദിവസങ്ങളിൽ ബോട്ടുകൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിനായി നിയന്ത്രിത ഇളവ് അനുവദിച്ചിരുന്നു. കടലിലെ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനും മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് അവയ്ക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നതിനുമായി ഏർപ്പെടുത്തിയിരുന്ന ട്രോളിംഗ് നിരോധനത്തിന് ശേഷമാണ് ബോട്ടുകൾ വീണ്ടും കടലിൽ ഇറങ്ങിയത്. നിരോധന കാലത്ത് ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ, വലകളുടെ നവീകരണം, യന്ത്രങ്ങളുടെ പരിപാലനം എന്നിവ പൂർത്തിയാക്കിയ മത്സ്യത്തൊഴിലാളികൾ മികച്ച മത്സ്യലഭ്യതയുടെ പ്രതീക്ഷയിലാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തൃശൂർ അതിരൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഫാമിലി അപ്പോസ്റ്റലേറ്റ് സെന്ററിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. ടീച്ചേഴ്സ് ഗിൽഡ് അതിരൂപത ഡയറക്ടർ ഫാദർ ജോയ് അടമ്പുകുളം അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അനുഗ്രഹ പ്രഭാഷണം നടത്തി. ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് AD സാജു മാസ്റ്റർ, നവജ്യോതി എഡ്യൂക്കേഷൻ ഏജൻസി കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ ജെസിൻ തെരേസ്, അതിരൂപത IT കോർഡിനേറ്റർ ഫാദർ റിൻജോ ഓലപ്പുരയ്ക്കൽ, ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജു P. ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഒരു വിഭാഗം നഴ്സുമാർ നടത്തുന്ന സമരം തുടരുന്നു. സമരം ഒത്തുതീർപ്പാക്കാൻ തിങ്കളാഴ്ച റീജിയണൽ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കും. അതേസമയം രോഗികളുടെ ജീവൻ വെച്ച് വിലപേശുന്ന UNA സമരം അന്യായമാണെന്ന് തൃശൂർ അതിരൂപത ആശുപത്രി സംരക്ഷണ സമിതി കുറ്റപ്പെടുത്തി. ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്കുള്ള പ്രവേശന കവാടം പോലും ഉപരോധിച്ച് അപകടത്തിൽപ്പെട്ടുവരുന്ന രോഗികളെ പോലും തടയുന്ന സമരരീതി ന്യായീകരിക്കാനാവില്ലെന്ന് ആശുപത്രി സംരക്ഷണ സമിതി ചൂണ്ടിക്കാട്ടി. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,220 രൂപ, പവന് 1,05,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മിന്നൽ പ്രളയക്കെടുതിയിൽ സംസ്ഥാനം. ഇടുക്കിയിലും പത്തനംതിട്ടയിലും കോട്ടയത്തും ഉരുൾപൊട്ടൽ. മഴക്കെടുതിയിൽ 8 മരണം. ശക്തമായ മഴയിൽ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഞായറാഴ്ച അവധി. തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ പാവറട്ടി, ഗുരുവായൂർ, ചാവക്കാട് നഗരപ്രദേശങ്ങളിൽ കനത്ത വെള്ളക്കെട്ട്. പാവറട്ടിയിലും ഗുരുവായൂരിലും വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. ഗുരുവായൂർ നെന്മിനിയിൽ കാറുകൾ ഒഴുക്കിൽപ്പെട്ടു. പൊരിങ്ങൽകുത്ത് ഡാം തുറന്നു. ചാലക്കുടി പുഴയിൽ വെള്ളം ക്രമാതീതമായി ഉയരുമെന്ന് മുന്നറിയിപ്പ്. രൗദ്രഭാവത്തിൽ ആറാടി അതിരപ്പള്ളി വെള്ളച്ചാട്ടം. കുറുമാലിപ്പുഴ കരകവിഞ്ഞു. അതിശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിലെയും നഗരപരിധിയിലെയും റോഡുകൾ തകർന്നു. റോഡുകളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ ഗതാഗത കുരുക്കും രൂക്ഷം.
ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. ഒല്ലൂരിൽ ഓട്ടോറിക്ഷയും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വടക്കാഞ്ചേരിയിൽ ടോറസ് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.